എല്ലാവരും നല്ല സ്ട്രോങ് റിവിഷനിലായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ റിവിഷൻ നടത്തുക എന്ന് പറയുമ്പോഴത്തേക്കും തിയറി മൊത്തം പഠിച്ചു കഴിഞ്ഞിട്ട് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കണം. അത് ചെയ്ത് പഠിച്ചില്ലെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് കാണുമ്പോഴത്തേക്കും ഒട്ടും പരിചയം തോന്നില്ല. നമ്മൾ തിയറി പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാകും. അതുകൊണ്ട് ഇനിയുള്ള സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് 2024 സേ എക്സാമിന് യൂണിറ്റ് 8 അമീൻസിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതിൽ നിന്ന് ചോദിച്ച ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു: എക്സ്പ്ലെയിൻ കാർബിലമീൻ റിയാക്ഷൻ. എന്താണ് കാർബിലമീൻ റിയാക്ഷൻ? പ്രൈമറി അമീൻസ് ഓൺ ഹീറ്റിംഗ് വിത്ത് ക്ലോറോഫോം ആൻഡ് ആൽക്കഹോളിക് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ഫോം ഫൗൾ സ്മെല്ലിംഗ് ഐസോസയനൈഡ്സ് ഓർ കാർബൈലമീൻസ്. ആലിഫാറ്റിക് അല്ലെങ്കിൽ ആരോമാറ്റിക് പ്രൈമറി അമീനുകൾ. ആലിഫാറ്റിക് ആരോമാറ്റിക് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ അല്ലേ? റിംഗ് ഇല്ലാത്തത് ആലിഫാറ്റിക്, റിംഗ് ഉള്ളവരെ ആരോമാറ്റിക് എന്ന് നമ്മൾ ജനറലായിട്ട് വിളിക്കും. അങ്ങനെയുള്ള പ്രൈമറി അമീനുകൾ ക്ലോറോഫോമും ആൽക്കഹോളിൽ ലയിപ്പിച്ച പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡുമായിട്ട് ചേർത്ത് ചൂടാക്കിയാൽ വളരെ ദുർഗന്ധമുള്ള ഐസോസൈനൈഡുകൾ അല്ലെങ്കിൽ അഥവാ കാർബൈലമീനുകൾ, ഐസോസൈനൈഡുകളുടെ വേറൊരു പേരാണ് കാർബൈലമീൻ, ഉണ്ടാകുന്നു. ഈ ടെസ്റ്റിൻ്റെ പ്രത്യേകതയുണ്ട്. ഇത് പ്രൈമറി അമീനുകളെ തിരിച്ചറിയുന്നതിനുള്ള ഒരു ടെസ്റ്റാണ്. അപ്പോൾ ഈ റിയാക്ഷൻ്റെ പേര് തന്നെ എന്താണ്? കാർബിലമീൻ റിയാക്ഷൻ എന്നാണ്. അപ്പോൾ ഇക്വേഷൻ നോക്കിക്കേ. RNH2 പ്ലസ് CHCl3 പ്ലസ് 3KOH. CHCl3 എന്ന് പറഞ്ഞാൽ ക്ലോറോഫോം, RNH2 എന്ന് പറഞ്ഞാൽ പ്രൈമറി അമീൻ. NH2 ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് അത് പ്രൈമറി അമീനാണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ആ NH2 ഗ്രൂപ്പ് മാറിയിട്ട് അവിടെ എന്ത് വരും? NC വരും. പ്രോഡക്റ്റ് നോക്കിക്കേ, NC, RNC. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഐസോസയനൈഡ്. CN എന്ന് എഴുതുവാണെങ്കിൽ സയനൈഡ് എന്ന് വിളിക്കും. NC എന്ന് എഴുതുമ്പോൾ നമ്മൾ എന്താ വിളിക്കുന്നത്? ഐസോസയനൈഡ്. കൂടെ 3KCl പ്ലസ് 3H2 ബൈ പ്രോഡക്റ്റ് ആയിട്ട് ഉണ്ടാകുന്നു. അപ്പോൾ ഇതാണ് കാർബിലമീൻ റിയാക്ഷൻ. അതുപോലെ തന്നെ പ്രൈമറി അമീനുകളെ തിരിച്ചറിയുന്നതിനുള്ള ടെസ്റ്റ് എഴുതാൻ പറഞ്ഞാൽ നമുക്ക് ഇത് എഴുതാൻ സാധിക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആയിരുന്നു കംപ്ലീറ്റ് ദി ഫോളോയിങ് റിയാക്ഷൻ. ഒരു ഇക്വേഷൻ തന്നിട്ട് അതിൽ പ്രോഡക്റ്റ് എഴുതിയിട്ടില്ല, അത് കംപ്ലീറ്റ് ചെയ്യുക എന്നാണ്. അപ്പോൾ എന്താണ് ആ റിയാക്ഷനിൽ ചോദിച്ചിരിക്കുന്നത്? അതിലെ റിയാക്റ്റൻ്റ് എന്താണ്? ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് ആണ്. ബെൻസീൻ റിങ്ങിൽ N2Cl വന്നാൽ അത് ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് ആണ്. അത് കുപ്രസ് ക്ലോറൈഡും HCl-ഉമായിട്ട് റിയാക്ട് ചെയ്താൽ എന്തായിരിക്കും പ്രോഡക്റ്റ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൻ്റെ ആൻസർ ക്ലോറോബെൻസീൻ എന്നാണ്. അപ്പോൾ ഈ ആൻസർ അറിയണമെങ്കിൽ നമ്മൾ ഇതേത് റിയാക്ഷനാണെന്ന് അറിയണം. ഇതേത് റിയാക്ഷനാണ്? സാൻ മേയേഴ്സ് റിയാക്ഷൻ. ഇത് നമ്മൾ കഴിഞ്ഞ ഒരു ചാപ്റ്ററിൽ, അതായത് ഹാലോ ആൽക്കീൻസ് ഹാലോ അരീൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലും ഇതേ റിയാക്ഷൻ പഠിച്ചിട്ടുണ്ട്, ക്ലോറോബെൻസിൻ്റെ പ്രിപ്പറേഷനായിട്ട്. ഈ സാൻ മേയേഴ്സ് റിയാക്ഷൻ എന്താണെന്ന് നോക്കാം. വെൻ ബെൻസീൻ ഡയസോണിയം സോൾട്ട് സൊല്യൂഷൻ ഈസ് ട്രീറ്റഡ് വിത്ത് കുപ്രസ് ക്ലോറൈഡ് ആൻഡ് HCl ഓർ കുപ്രസ് ബ്രോമൈഡ് ആൻഡ് HBr, ദി ഡയസോണിയം സോൾട്ട് ഗെറ്റ്സ് കൺവേർട്ടഡ് ഇൻ ടു ക്ലോറോബെൻസീൻ ആൻഡ് ബ്രോമോബെൻസീൻ റെസ്പെക്റ്റീവ്ലി. അപ്പോൾ ഈ ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡിനെ കുപ്രസ് ക്ലോറൈഡും HCl-ഉമായോ അല്ലെങ്കിൽ കുപ്രസ് ബ്രോമൈഡ് HBr-ഉമായിട്ടോ പ്രവർത്തിപ്പിച്ചാൽ നമുക്ക് ആദ്യത്തെ കണ്ടീഷനിലാണെങ്കിൽ ക്ലോറോബെൻസീനും, ഇനി കുപ്രസ് ബ്രോമൈഡ് HBr-ഉമാണ് എടുക്കണമെങ്കിൽ ബ്രോമോബെൻസീനും കിട്ടും. ഇതാണ് നമ്മുടെ സാൻ മേയേഴ്സ് റിയാക്ഷൻ. അപ്പോൾ അത് ക്ലോറോബെൻസീൻ ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഒരു റിയാക്ഷനാണ്, അല്ലെങ്കിൽ ബെൻസീൻ ഡയസോണിയം സോൾട്ടിൻ്റെ, ഡയസോണിയം ക്ലോറൈഡിൻ്റെ ഒരു റിയാക്ഷനായിട്ട് ഇത് പറയാൻ സാധിക്കും. അപ്പോൾ ഈ റിയാക്ഷൻ്റെ ഇക്വേഷൻ നോക്കിക്കേ. ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ്, N2Cl എന്ന് പറഞ്ഞാൽ ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ്, CuCl അത് Cu2Cl2 എന്ന് എഴുതാം, HCl ക്ലോറോബെൻസീൻ അല്ലെങ്കിൽ CuBr HBr ബ്രോമോബെൻസീൻ. അപ്പോൾ ഇക്വേഷനും കൂടി ഒന്ന് പഠിച്ചു വയ്ക്കണം. അപ്പോൾ ഈ റിയാക്ഷൻ പഠിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ പഠിക്കാവുന്ന മറ്റൊരു റിയാക്ഷനാണ് ഈ ചാപ്റ്ററിൽ വരുന്നത്, ഗട്ടർമാൻ റിയാക്ഷൻ. ഗട്ടർമാൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസിൽ ഗട്ടർമാൻ കോച്ച് റിയാക്ഷൻ എന്ന് പറയുന്ന റിയാക്ഷൻ പഠിക്കുന്നുണ്ട്. അതല്ല ഇത്, ശ്രദ്ധിച്ചോണം. ഗട്ടർമാൻ റിയാക്ഷൻ ഇവിടെ നേരത്തെ സാൻ മേയേഴ്സ് റിയാക്ഷനിൽ പറഞ്ഞതിൽ ഈ കുപ്രസ് ക്ലോറൈഡ് എന്ന് പറയുന്ന സ്ഥലത്ത് എന്താ എടുക്കുന്നത്? കോപ്പർ പൗഡർ. അങ്ങനെ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം സെയിം ആണ്. കിട്ടുന്നത് ക്ലോറോബെൻസീനും ബ്രോമോബെൻസീനുമാണ്. അത്രയേ ഉള്ളൂ വ്യത്യാസം. വെൻ ബെൻസീൻ ഡയസോണിയം സോൾട്ട് സൊല്യൂഷൻ ഈസ് ട്രീറ്റഡ് വിത്ത് കോപ്പർ പൗഡർ ആൻഡ് HCl or copper powder and HBr, diazonium salt gets converted into chlorobenzene and bromobenzene respectively. അത്രയേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ നമുക്ക് നോക്കുവാണെങ്കിൽ നേരത്തെ CuCl എന്ന് എഴുതിയ സ്ഥാനത്ത് Cu എന്ന് എഴുതിയിരിക്കുന്നു. അത്രയേ ഉള്ളൂ വ്യത്യാസം. CuBr എന്ന് എഴുതിയിരിക്കുന്ന സ്ഥാനത്ത് Cu എന്ന് എഴുതിയിരിക്കുന്നു. അത്രയേ ഉള്ളൂ വ്യത്യാസം. ക്ലോറോബെൻസീനും ബ്രോമോബെൻസീനുമാണ് കിട്ടുന്ന പ്രോഡക്റ്റ്. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, അറേഞ്ച് ദി ഫോളോയിങ് ഈഥൈൽ അമീൻസ് ഇൻ ദി ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ദെയർ ബേസിക് ക്യാരക്ടർ ഇൻ അക്വസ് മീഡിയം. ഈ ചാപ്റ്ററിൽ പഠിക്കുന്ന മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ബേസിക് ക്യാരക്ടർ ഓഫ് അമീൻസ്. അമീൻസിൻ്റെ ബേസിക് ക്യാരക്ടർ എങ്ങനെയാണ്? അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് അക്വസ് മീഡിയത്തിൽ 3 ഈഥൈൽ അമീൻസ് തന്നിട്ടുണ്ട്. ഒന്ന്
ഡൈ ഈത്തൈൽ അമീനാണ്, പിന്നെ ഒന്ന് വെറും ഈത്തൈൽ അമീൻ, പിന്നെ ട്രൈ ഈത്തൈൽ അമീനുമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓർഡർ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈത്തൈൽ അമീൻ ആണെങ്കിൽ ഇതിൻ്റെ ഓർഡർ സെക്കൻഡറി അമീൻ ആയിരിക്കും ബേസിക് സ്ട്രെങ്ത് കൂടുതൽ, പിന്നെ ടെർഷറിക്ക്, പിന്നെ പ്രൈമറിക്കാണ് ഏറ്റവും ബേസിക് സ്ട്രെങ്ത് കുറവ്. അപ്പോൾ ആ ഓർഡർ ഓർത്ത് വയ്ക്കുക. എന്താണ്? ഈത്തൈൽ അമീൻസ് ആണെങ്കിൽ ഏറ്റവും കൂടുതൽ ബേസിക് സ്ട്രെങ്ത് ഉള്ളത് സെക്കൻഡറി അമീനാണ്, പിന്നെ ടെർഷറി, പിന്നെ പ്രൈമറി. അപ്പോൾ ഇതോടൊപ്പം തന്നെ നമ്മൾ അവിടെ കൊടുത്തിരിക്കുന്ന ബേസിക് ക്യാരക്ടറിലുള്ള അറേഞ്ച്മെൻറ്റ്, നമ്മുടെ ടെസ്റ്റിൽ കൊടുത്തിരിക്കുന്ന ബേസിക് ക്യാരക്ടറിലുള്ള എല്ലാ കേസിൻ്റെ അറേഞ്ച്മെൻ്റ് ഒന്ന് പഠിച്ചു വെക്കണം. ഇനി ഗേഷ്യസ് ഫേസ് എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ കഴിഞ്ഞ ക്വസ്റ്റ്യൻ എന്താ അക്വസ് മീഡിയത്തിൽ എങ്ങനെയാണെന്നാണ് ചോദ്യം. ഇവിടെ ഗേഷ്യസ് ഫേസിൽ എങ്ങനെയാണ് ബേസിക് ക്യാരക്ടർ എന്ന് ചോദിച്ചാൽ ഒറ്റ ആൻസറേ ഉള്ളൂ. എന്താണ്? ടെർഷറി അമീനാണ് ബേസിക് സ്ട്രെങ്ത് ഏറ്റവും കൂടുതൽ, പിന്നെ സെക്കൻഡറി അമീൻ, പിന്നെ പ്രൈമറി അമീൻ, പിന്നെ അമോണിയേക്കാൾ ഏതായാലും എന്ത് കുറവായിരിക്കും? ബേസിക് സ്ട്രെങ്ത് കുറവായിരിക്കും അനിലിന്. ഇനി അതിന് റീസൺ എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ റീസൺ ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ പ്ലസ് ഇഫക്റ്റ് ആണ്. പ്ലസ് ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ റിലീസ് ചെയ്യാനുള്ള കഴിവ്, ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ ഇലക്ട്രോൺ റിലീസ് ചെയ്യാനുള്ള കഴിവ് എന്ത് ചെയ്യും? അമീൻസിൻ്റെ ബേസിക് സ്ട്രെങ്ത് കൂട്ടും. ഇനി ഓർഡർ ഓഫ് ബേസിക് സ്ട്രെങ്ത് ഓഫ് ഈത്തൈൽ അമീൻസ് ഇൻ അക്വസ് സൊല്യൂഷൻ. അക്വസ് സൊല്യൂഷനിൽ എന്താണ് വ്യത്യാസം? അക്വസ് സൊല്യൂഷനിൽ ചില ഇഫക്റ്റുകൾ കൂടെ വരും. ഏതൊക്കെയാണ്? ഇൻഡക്റ്റീവ് ഇഫക്റ്റ് കൂടാതെ സോൾവേഷൻ ഇഫക്റ്റും സ്റ്റെറിക് ഹിൻഡ്രൻസും അങ്ങനെയുള്ള ചില ഫാക്ടേഴ്സും കൂടി അവിടെ റോളുണ്ട്. അപ്പോൾ അതുകൂടി കൺസിഡർ ചെയ്യുമ്പോൾ ഈത്തൈൽ അമീൻസിൻ്റെ ബേസിക് സ്ട്രെങ്ത് നേരത്തെ പറഞ്ഞ പോലെ സെക്കൻഡറിക്ക് കൂടുതൽ, പിന്നെ ടെർഷറി, പിന്നെ പ്രൈമറി എന്നാണ്. എന്നാൽ മീഥൈൽ അമീൻസ് ഇൻ അക്വസ് സൊല്യൂഷൻ ആണെങ്കിൽ ആ അറേഞ്ച്മെൻറ്റിന് കുറച്ചൊരു വ്യത്യാസം വരും. കാരണം ആ ഗ്രൂപ്പിൻ്റെ വലുപ്പം വ്യത്യാസം കുറയുന്നത് കൊണ്ട് സെക്കൻഡറിക്ക് ഈത്തൈൽ അമീൻ്റെ പോലെ തന്നെ ബേസിക് സ്ട്രെങ്ത് കൂടുതൽ, പക്ഷേ അവിടെ ടെർഷറി ആയിരുന്നു പിന്നെ ബേസിക് സ്ട്രെങ്ത് വരുന്നത്. ഇവിടെ പ്രൈമറിയാണ്, ഏറ്റവും ലോവസ്റ്റ് ടെർഷറിയാണ്, അതേ ഉള്ളൂ വ്യത്യാസം. ഇനി ലാസ്റ്റ് അനിലിന് എപ്പോഴും അമോണിയേക്കാളും എന്ത് കുറവായിരിക്കും? ബേസിക് സ്ട്രെങ്ത് കുറവായിരിക്കും. ഇതിനെന്താണ് കാരണം എന്ന് ചോദിച്ചാൽ മറ്റേ റീസൺസ് തന്നെ പറയുക. ഇൻഡക്റ്റീവ് ഇഫക്റ്റും സോൾവേഷൻ ഇഫക്റ്റും സ്റ്റെറിക് ഹിൻഡ്രൻസും എല്ലാം കൂടി ഒരു ഇൻ്റർപ്ലേ വരുമ്പോഴാണ് ഇങ്ങനെയൊരു അറേഞ്ച്മെൻറ്റ് വരുന്നത്. അപ്പോൾ ഇതാണ് എന്തിന് കാരണം? ഈ അറേഞ്ച്മെൻറ്റ്സിനുള്ള റീസൺ. ഇനി അനിലിൻ അഥവാ ആരോമാറ്റിക് അമീനായ അനിലിൻ അമോണിയേക്കാൾ എന്ത് കുറവാണ്? ബേസിക് സ്ട്രെങ്ത് കുറവാണ്. ഇതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ, നൈട്രജനിലെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ആണ് ഈ ബേസിക് സ്ട്രെങ്തിന് കാരണം. ഈ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് എന്ത് സംഭവിക്കും? റെസണൻസ് ഇഫക്റ്റിൽ ഉൾപ്പെടും. അതായത് ആ ബെൻസീൻ റിങ് എന്ത് ചെയ്യും? ആ ലോൺ പെയർസ് ഇലക്ട്രോൺസ് ബെൻസീൻ റിങ്ങുമായി റെസണൻസ് ഇഫക്റ്റിൽ ഏർപ്പെടും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഈസിലി അവൈലബിൾ അല്ല, ഈ ഇലക്ട്രോൺസ് അനിലിൻ്റെ കേസിൽ ഈസിലി അവൈലബിൾ അല്ല റെസണൻസ് ഇഫക്റ്റ് കാരണം. അതുകൊണ്ടാണ് അനിലിൻ അമോണിയേക്കാളും ബേസിക് സ്ട്രെങ്ത് കുറഞ്ഞു പോകുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒന്ന് ഓർത്തു വയ്ക്കുക. ഓക്കെ.